1.5 കപ്പ് പച്ചരി, 1/2 കപ്പ് ഉഴുന്ന്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ. ഇത് മൂന്നും ചേർത്തിട്ട് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. അത് അരക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 കപ്പ് ചോറും ചേർക്കുക. എന്നിട്ട് ആ അരിക്ക് കണക്കായിട്ട് വെള്ളം ചേർക്കുക. എന്നിട്ട് അരച്ചെടുക്കുക. നല്ല മിനുസായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതിൽ കുറച്ച് ഉപ്പും ആവശ്യത്തിന്, പിന്നെ ഒരു 2-3 കട്ട ഐസും ഇട്ടിട്ട് കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അടച്ച് വെക്കുക. രാവിലെ നമുക്കതെടുത്തിട്ട് ഇഡ്ഡലിത്തട്ടിൽ ഒഴിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഒരു 8 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറാവും. അപ്പോൾ വെറും ഒരു 2-3 ഐസും കട്ട മതിയല്ലോ നമുക്ക് സോഫ്റ്റായ ഇഡ്ഡലി കിട്ടാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.